ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് സരൺ. ഓക്കെ, സ്ഥലം എവിടെയായിരുന്നു? ഞാൻ കണ്ണൂരുന്നവര്. എങ്ങനെയാണ് അഹോയിനെ കുറിച്ചിട്ട് അറിഞ്ഞത്? ഞാൻ ആക്ച്വലി ഇങ്ങനെ സ്റ്റഡീസ് ഒക്കെ നോക്കുന്ന ടൈമിൽ ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടിട്ട് അങ്ങനെ ആഡ് വഴി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? സോ അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബേസിക്കലി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം കൺട്രി ആണെങ്കിലും ചെക്കിനെ പറ്റിയൊന്നും അധികം അറിയില്ലായിരുന്നു. അപ്പം അതിൽ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ള അവരുടെ പേയ്മെൻറ്റ്സും അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അല്ല ഞാൻ ചോദിച്ച ടൈമിൽ വളരെ നന്നായിട്ടാണ് എനിക്ക് ആൻസേഴ്സ് ഒക്കെ കിട്ടിയത്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ചൂസ് ചെയ്തു. സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ ഇതുവരെയുള്ള സർവീസിൽ? ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ വന്നിരിക്കുന്നത്? ഞാനിപ്പം മെന്റൽ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് പറഞ്ഞ കോഴ്സ് ചെയ്തത്. ഓക്കെ, എപ്പോഴായിരുന്നു ഫ്ലൈ ചെയ്യുന്നത്? ഞാൻ ഫെബ്രുവരി 7 ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ടെൻഷൻ ഉണ്ടോ വേറൊരു കൺട്രിയിലേക്ക് പോകുന്നതിന്? ഇല്ല, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. പാടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ്. എവിടെന്നാ സ്ഥലം? ഞാൻ എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ തന്നെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അഹോയിനെ പറ്റി അറിഞ്ഞത്? ഞാൻ ഫ്രണ്ടും സോഷ്യൽ മീഡിയ വഴിയാണ് അതിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ ഒന്ന് നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് വന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കോഴ്സിനെ കുറിച്ചും ചെക്കിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞു. അർഷക് ബ്രോക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ എൻ്റെ തിരഞ്ഞെടുക്കുന്ന കോഴ്സിനെ കുറിച്ച് ഞങ്ങൾ ഡിസിഷൻ ഉണ്ടാക്കി. ഇപ്പൊ ഏത് യൂണിവേഴ്സിറ്റിന്നാണ് ഓഫർ വന്നിരിക്കുന്നത്? ഇപ്പൊ മെന്റൽ യൂണിവേഴ്സിറ്റി. ഏത് പ്രോഗ്രാം ആയിരുന്നു? മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് ആയിരുന്നു. അപ്പൊ ഇതുവരെയുള്ള സർവീസിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ? 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എന്തെങ്കിലും പോരായ്മകളൊന്നും ഇല്ല, ഉണ്ടായിരുന്നില്ല? പോരായ്മയൊന്നും പറഞ്ഞില്ല. അഡ്മിഷൻ പ്രോസസ് തൊട്ടും ഡിസൈഡ് എൻഡിങ് വരെയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു, കട്ട് സപ്പോർട്ടായിരുന്നു. പിന്നെ കൂടുതലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ അറിയേണ്ടി വന്നില്ല. എല്ലാ കാര്യങ്ങളും വളരെ വളരെ സ്മൂത്ത് ആയിട്ട്. ഓക്കെ, എപ്പോഴാണ് ഇപ്പൊ ഫ്ലൈ ചെയ്യുന്നത്? ഫ്ലൈ ചെയ്യുന്നത് ഫെബ്രുവരി ഇൻടേക്ക് ആണ്. ഓക്കെ, എല്ലാം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു, റെഡി ആയി നിൽക്കും. റെഡി ആയിട്ട് പോകാനായിട്ട്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.